നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് മലപ്പുറം ജില്ല വിഭജിക്കണമെന്ന ആവശ്യം വീണ്ടും ശക്തമാക്കി മുസ്ലിം സംഘടനകൾ. ജില്ലാ പുനർനിർണയം അനിവാര്യമെന്ന് സമസ്തയുടെ സമ്മേളനത്തിൽ പ്രമേയം. ഇതിനായി ശാസ്ത്രീയ പഠനങ്ങൾ നടത്തണമെന്നും സമസ്തയുടെ ആവശ്യം. കാസർഗോഡ് കുനിയയിൽ നടക്കുന്ന സമസ്ത 100ാം വാർഷിക സമ്മേളനത്തിലാണ് പ്രമേയം അവതരിപ്പിച്ചത്. വിവരങ്ങളുമായി കോഴിക്കോട് നിന്നും രമ്യയാണ് ചേരുന്നത്. രമ്യ, ഒരിക്കൽ കൂടി തീവ്ര മുസ്ലിം സംഘടനകൾ നേരത്തെ ഉന്നയിച്ച ആവശ്യം ഇപ്പോൾ സമസ്ത കൂടി മുന്നോട്ട് വയ്ക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് മലപ്പുറം ജില്ല വിഭജിക്കണം എന്നതാണ് ആവശ്യം. എന്താണ് സമസ്ത ആവശ്യപ്പെടുന്നത്? തീർച്ചയായും നീലിമ, ഈ കാസർഗോഡ് കുനിയിൽ നടക്കുന്ന ഈ സമസ്തയുടെ ശതാബ്ദി അന്താരാഷ്ട്ര മഹാസമ്മേളനത്തിലാണ് ഇത്തരം ആവശ്യം വീണ്ടും സമസ്ത ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. ഇതിനു മുൻപ് തന്നെ ഇത്തരം ആവശ്യവുമായി വിവിധ മുസ്ലിം സംഘടനകൾ രംഗത്ത് വന്നിരുന്നു. അതായത് മലപ്പുറം ജില്ല വിഭജിക്കണമെന്ന ആവശ്യമാണ്. പക്ഷേ ഇത്തവണ മലപ്പുറം ജില്ലയോടൊപ്പം പാലക്കാട്, അതുപോലെ തന്നെ മറ്റു ജില്ലകൾ വിഭജിക്കണമെന്ന ആവശ്യം കൂടിയാണ് ഇത്തരത്തിൽ ഇവർ മുന്നോട്ട് വയ്ക്കുന്നത്. ഇത് പലതവണയായി പല മാധ്യമങ്ങൾ ഇത്തരം വാർത്തകൾ റിപ്പോർട്ട് ചെയ്തതാണ്. ഈ മലപ്പുറം ജില്ല ഉൾപ്പെടെ വിഭജിക്കണം എന്ന ആവശ്യം പലതവണയായി ഉയർന്നിട്ടുള്ളതാണ്. അതായത് ഇത്തവണയും ഇതുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. അതായത് കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന ജനസംഖ്യയും അതുപോലെ തന്നെ ഭരണനിർവഹണത്തിലെ വെല്ലുവിളികളും പരിഗണിച്ചു ജില്ലകളുടെ പുനർനിർണയം അനിവാര്യമാണ് എന്നുള്ളതാണ് സംസ്ഥ മുന്നോട്ട് വയ്ക്കുന്നത്. ഈ 45 പ്രത്യേകിച്ചും മലപ്പുറം ജില്ലയുടെ കാര്യത്തിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ 45 ലക്ഷത്തിലധികം ജനങ്ങളുള്ള ജില്ലയാണ് മലപ്പുറം ജില്ല. വലിയ ജില്ലയാണ്. ഈ ജില്ലയുടെ ഭരണനിർവഹണം അല്ലെങ്കിൽ ഭരണയന്ത്രം കാര്യക്ഷമമായി പ്രവർത്തിപ്പിക്കുന്നതിനും അതുപോലെ തന്നെ വിഭവങ്ങൾ തുല്യമായി വിഭജിക്കുന്നതിനും ഈ ജില്ലയുടെ പുനർനിർണയം ആവശ്യമാണ് എന്നുള്ളതാണ് ഈ മുഷാവറ അംഗമായ മുക്കം ഫൈസി അവതരിപ്പിച്ച പ്രമേയത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിനെ ഹൈദർ ഫൈസി പിന്താങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഈ ഭൂപ്രകൃതി അതുപോലെ തന്നെ യാത്രാക്ലേശം കാര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നത്. ഈ ആവശ്യം മലപ്പുറം ജില്ലയിലുണ്ട്. അതുപോലെ തന്നെ ഇടുക്കി, എറണാകുളം, പാലക്കാട് തുടങ്ങിയ ജില്ലകളെയും ഇത്തരത്തിൽ വിഭജിക്കണം. ഇത്തരം പ്രശ്നങ്ങൾ ഈ ജില്ലകളിലും നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ജില്ലകളും വിഭജിക്കണം എന്നൊരു ആവശ്യം ഇവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതായത് ഇവർ ഉദാഹരണമായി എടുത്തു കാണിക്കുന്നത് തമിഴ്നാടിനെയാണ്. കാരണം 39 ജില്ലകളുള്ള തമിഴ്നാടിൽ ഇത്തരത്തിൽ ജില്ല പുനർനിർണയം നടത്തുമ്പോൾ അല്ലെങ്കിൽ വിഭജിക്കുമ്പോൾ കാര്യക്ഷമമായി തന്നെ ഭരണം നടത്താൻ താഴെത്തട്ടിലേക്ക് ഉൾപ്പെടെ ഇത് എത്തിക്കാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ കേരളത്തിൽ ഇത്തരത്തിൽ 14 ജില്ലകളുള്ള കേരളത്തിൽ പല ജില്ലകളും വലിയ ജില്ലകളാണ്. അതിനാൽ തന്നെ ഇത്തരത്തിൽ ഭരണനിർവഹണം സുതാര്യമായി നടത്താൻ സാധിക്കുന്നില്ല എന്നതാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത്. ഇത് ഇത്തവണ നമുക്കറിയാം, കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാറിലെ കേരള യാത്രയിലും ഇത്തരം ആവശ്യം മലപ്പുറത്തെത്തിയപ്പോൾ ഇവർ ഉന്നയിച്ചിരുന്നു. ഈ ആവശ്യം തന്നെയാണ് നിലവിൽ ഇപ്പോൾ കാസർഗോഡ് ഈ കുനിയലിലെ ഈ മഹാസമ്മേളനത്തിലും ഇവർ മുന്നോട്ട് വെക്കുന്നത്. നീലിമ, രമ്യ, ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉയർന്നപ്പോൾ ഈ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ഉൾപ്പെടെ പറഞ്ഞത് മതപരമായ കണ്ണിലൂടെ ഈ വിഷയത്തെ കാണരുത് എന്നാണ്. മലപ്പുറത്ത് ഇപ്പോൾ 45 ലക്ഷത്തിനും 50 ലക്ഷത്തിനും ഇടയിലാണ് ജനസംഖ്യ. അതുകൊണ്ട് ഭരണപരമായ സൗകര്യത്തിന് ഈ മലപ്പുറം ജില്ല വിഭജിക്കണം എന്ന് വളരെ നിഷ്കളങ്കമായി പറയുകയാണ്. പക്ഷേ വളരെ കൃത്യമായി നമുക്കറിയാം അതിൻ്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന അജണ്ട എന്താണെന്ന്. അതുകൊണ്ട് തന്നെയാണ് ദേശീയവാദികൾ ഉൾപ്പെടെ ഈ ഒരു നിലപാടിനോട് യോജിക്കാൻ തയ്യാറാകാത്തത്. ഇപ്പോൾ VHP സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അനിൽ വിളയിൽ നമ്മോടൊപ്പം ചേരുകയാണ്. അഡ്വക്കേറ്റ് അനിൽ വിളയിൽ, ഈ മലപ്പുറം ജില്ലാ വിഭജനം കൂടുതൽ സംഘടനകൾ ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യം, നേരത്തെ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ഈ ആവശ്യം ഉന്നയിച്ചിരുന്നു. വിവിധ മുസ്ലിം ലീഗിന്റെ ചില ആളുകൾ അതിനെ പിന്തുണയ്ക്കുന്ന സാഹചര്യം വന്നു. ഇപ്പോൾ സമസ്തയുടെ സമ്മേളനത്തിൽ അവർ ഒരു പ്രമേയം പാസാക്കുക കൂടി ചെയ്തിരിക്കുകയാണ്. എങ്ങനെയാണ് ഈ നീക്കത്തെ കാണേണ്ടത്? ഇതിൽ യാതൊരു അത്ഭുതവുമില്ല. മറ്റൊരു മുസ്ലിം രാജ്യമാക്കി മലപ്പുറത്തിനെയും അല്ലെ കേരളത്തിനെയും മാറ്റണമെന്ന് ആവശ്യപ്പെടുന്ന കാലം അതിവിദൂരമൊന്നുമല്ല. കാരണം കേരളത്തിലെ രാഷ്ട്രീയ തീരുമാനമോ അല്ലെങ്കിൽ കേരളത്തിലെ ഉദ്യോഗസ്ഥ തീരുമാനമോ അല്ല ഇനി നടക്കാൻ പോകുന്നത്. കേരളത്തിലെ സംഘടിത ന്യൂനപക്ഷ മതവിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം 2 or 3 ജില്ലകൾ എന്നുള്ളതല്ല, കട്ടിംഗ് ദ സൗത്ത്, ഭാരതത്തിന്റെ തെക്ക് ഭാഗത്തിനെ വെട്ടിമുറിച്ചുകൊണ്ട് ഈ ഭാരതത്തിനകത്തൊരു അൽ ഭാരതം അല്ലെങ്കിൽ അൽ ഇന്ത്യ ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യമാണ് അവർക്കുള്ളത്. അതിന്റെ മുന്നൊരുക്കങ്ങളാണ് ഈ നടക്കുന്നതെല്ലാം തന്നെ. നമ്മൾ നോക്കുക, ഭാരതത്തിനെ എല്ലാ കാലത്തും വിഭജിച്ചിട്ടുള്ളത് ഇസ്ലാമിക തീവ്രവാദ ശക്തികളാണ്. 1300കളിൽ ഇറാൻ എന്ന് പറയുന്ന രാജ്യം ഭാരതാംബയിൽ നിന്ന് വേർപെട്ടു. 1700കളിൽ അഫ്ഗാനിസ്ഥാൻ ഭാരതാംബയിൽ നിന്ന് വേർപെട്ടു. 1947 പാകിസ്ഥാൻ ഭാരതാംബയിൽ നിന്ന് വേർപെട്ടു. 71 ബംഗ്ലാദേശ് ഉണ്ടായി.
അതിനുശേഷം 90കളില് ജമ്മു കാശ്മീർ രാഷ്ട്രമാക്കാൻ ശ്രമിച്ചു. അത് താൽക്കാലികമായിട്ട് അത് കെട്ടടങ്ങിയെങ്കിലും ഇന്ന് അവർ പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത് കേരളവും തമിഴ്നാടും കൊങ്കൺ മേഖലയും മലപ്പുറവും ഒക്കെ കൂടെ ചേർത്തുകൊണ്ട് മറ്റൊരു രാഷ്ട്രമാണ്. ജില്ല എന്നുള്ളത് അവരെ സംബന്ധിച്ച് നിസ്സാരമായിട്ടുള്ള ഒരു താല്പര്യം മാത്രമാണ്. അതാണ് AK ബാലന്റെ കൂട്ടുള്ള ആൾക്കാർ പറഞ്ഞത്. അടുത്ത തവണ UDF ഭരിക്കാൻ പോവുകയാണ് എന്നുണ്ടെങ്കിൽ കേരളത്തിലെ ആഭ്യന്തര കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ഇവിടുത്തെ ജിഹാദി ശക്തികളായിരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇതിനകത്ത് ഇടതുമുന്നണിയും വലതുമുന്നണിയും ഒക്കെ എല്ലാ സഹായവും ചെയ്തു കൊടുക്കുമെന്ന്. 3 ജില്ല വരിക എന്നുള്ളതൊന്നും വലിയ പ്രശ്നമുള്ള കാര്യമായിട്ടൊന്നും ഇവിടുത്തെ UDF LDF ഒന്നും എടുത്തിട്ടില്ല. ജില്ല വരും. മറ്റൊരു ഇസ്ലാമിക രാഷ്ട്രം ഈ തെക്കൻ ഈ ഭാരതത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതകളെ മിഷൻ 2047 കൃത്യമായി നിർവഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മറ്റൊരു രാഷ്ട്രം എന്നുള്ള ആശയം വരുന്ന ദിവസങ്ങളിൽ, വരുന്ന നാളുകളിൽ ഉണ്ടാകും. ആദ്യം ജില്ല വേണമെന്ന് പറയും, പിന്നെ ഒരു സംസ്ഥാനം വേണമെന്ന് പറയും, പിന്നെ മറ്റൊരു രാജ്യം വേണമെന്ന് പറയും. അതാണ് ഇസ്ലാമിക തീവ്രവാദ ശക്തികൾ ലക്ഷ്യം വെക്കുന്നത്. അത് ഒരു സ്വാഭാവിക സംഭവമായിട്ട് ഇതിനെ എടുക്കേണ്ടതുള്ളൂ. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഇത് കൃത്യമായ അജണ്ടയാണ്. ആ അജണ്ട അവർ നടപ്പാക്കും. യെസ്, വളരെയധികം നന്ദി അഡ്വക്കേറ്റ് അനിൽ വിളയിൽ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. രമ്യ, നേരത്തെ ഈ ആവശ്യം ഏറ്റവും ആദ്യം ഉന്നയിക്കുന്ന സംഘടന SDPI ആണ്. ഈ SDPI ഈ ആവശ്യം ഉന്നയിച്ചപ്പോൾ ഇതിനെ തള്ളിക്കളഞ്ഞ് രംഗത്ത് വരാൻ ഇവിടുത്തെ ഇടത് വലത് മുന്നണികൾ തയ്യാറേ ആയിരുന്നില്ല. പിന്നീടാണ് മുസ്ലിം ജമാഅത്ത് ഉൾപ്പെടെയുള്ള സംഘടനകൾ ഈ ആവശ്യവുമായി മുന്നോട്ട് വരുന്നത്. മുസ്ലിം ലീഗിന്റെ MLA കുറുക്കോളി മൊയ്തീൻ അടക്കം ഈ ആവശ്യത്തെ പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തുകയും ചെയ്തു. നമുക്കറിയാം, ഈ സംഘടിത ന്യൂനപക്ഷം അവരുടെ അവകാശങ്ങൾ ഏത് തരത്തിലൊക്കെയാണ് ഇടത് വലത് മുന്നണികളിൽ നിന്ന് നേടിയെടുക്കുന്നത് എന്ന് നമുക്കറിയാം. അപ്പോൾ ഈ ജില്ലാ വിഭജനം എന്ന് പറയുന്നത് ഏതായാലും വലിയ സമ്മർദ്ദ തന്ത്രമായി ഈ നിയമസഭാ സമ്മേളനത്തിൽ ഉയരാൻ പോകുകയാണ്. സ്വാഭാവികമായും ഇടത് വലത് മുന്നണികൾ ഇതിനോട് എങ്ങനെ പ്രതികരിക്കുമെന്നതുകൂടി നമുക്കറിയാമല്ലോ. രമ്യ, തീർച്ചയായും നീലിമ, ഇതൊക്കെ തന്നെയാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെയാണ് ഇത്തരത്തിലൊരു ആവശ്യം പ്രധാനമായും ഉന്നയിക്കുന്നത്. കാരണം ഇത് വളരെ വർഷങ്ങളായി തന്നെ ആദ്യഘട്ടത്തിൽ SDPI ഉന്നയിച്ചു. അതിനുശേഷം ജമാഅത്ത്, ലീഗ് ഉൾപ്പെടെയുള്ള വിവിധ മുസ്ലിം സംഘടനകൾ ഈ വിഷയവുമായി എല്ലാം രംഗത്ത് വന്നിട്ടുണ്ട്. കാരണം മലപ്പുറം ജില്ലയാണ് പ്രധാനമായും ഇവരെടുത്ത് കാണിക്കുന്നത്. കാരണം വലിയ ജില്ലയാണ്, വലിയ ജനസംഖ്യയാണ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ 45 ലക്ഷത്തിലധികം ജനസംഖ്യയുണ്ട്. അതിനാൽ തന്നെ മലപ്പുറം ജില്ല വിഭജിക്കണം എന്ന് തന്നെയായിരുന്നു ആദ്യഘട്ടത്തിൽ ഇവരുടെ ആവശ്യവും. ഇത് തന്നെയാണ് ഇപ്പോഴും മുന്നോട്ട് വയ്ക്കുന്നത്. കാരണം കേരള യാത്ര നമുക്കറിയാം, കാസർഗോഡ് തുടങ്ങി മലപ്പുറം എത്തുമ്പോഴാണ് ഇത്തരത്തിലുള്ള ആവശ്യം ഉന്നയിക്കുന്നത്. കാരണം മലപ്പുറം ജില്ല വിഭജിക്കണം, ഇത്തരത്തിൽ ഈ ഒരു കാര്യം തന്നെയാണ് അവർ അപ്പോഴും മുന്നോട്ട് വെക്കുന്നത്. കാരണം ഭരണ നിർവഹണം നടത്താനുള്ള സുതാര്യത, എല്ലാ കാര്യങ്ങളും താഴെത്തട്ടിലേക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ആവശ്യം തുടങ്ങിയ കാര്യങ്ങൾ തന്നെയാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത്. അത് ആണെങ്കിൽ കൂടി നമ്മൾ കാണേണ്ടത് നേരത്തെ നീലിമ സൂചിപ്പിച്ചതുപോലെയുള്ള കാര്യങ്ങൾ തന്നെയാണ്. കാരണം ഒരു മതരാഷ്ട്രമാക്കി മാറ്റുക, അല്ലെങ്കിൽ ഒരു മുസ്ലിം ഏരിയ ആക്കി ജില്ലയെ പൂർണ്ണമായും മാറ്റുക എന്നുള്ള ആവശ്യങ്ങൾ തന്നെയാണ് നമുക്കിതിൽ എല്ലാം കാണേണ്ടത്. കാരണം നിരവധി തവണയായി ഇതെല്ലാം ഇവർ ഉന്നയിക്കുന്നുണ്ട്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി അടുത്തിരിക്കുന്ന കാലഘട്ടത്തിൽ ഇത്തരം ആവശ്യവുമായി മുന്നോട്ട് വരുമ്പോൾ, അല്ലെങ്കിൽ ഇത്തരം ഒരു സമ്മർദ്ദം മറ്റു പാർട്ടികൾക്കിടയിൽ പ്രയോഗിക്കുമ്പോൾ ഇത് ഇടത് വലത് മുന്നണികൾ എത്തരത്തിലാണ് ഈ ഒരു സമ്മർദ്ദത്തിൽ സ്വീകരിക്കുക, അല്ലെങ്കിൽ എത്തരത്തിലാണ് നിലപാട് സ്വീകരിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി നോക്കിക്കാണേണ്ട ഒരു കാര്യം. നീലിമ, മാത്രവുമല്ല നമുക്കറിയാം ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ മതരാഷ്ട്രവാദമൊക്കെ അതേപടി നിലനിൽക്കുകയാണ്. അവരുടെ നയത്തിൽ വെള്ളം ചേർത്തു എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറയുമ്പോൾ പോലും അവരുടെ ഭരണഘടനയിൽ നിന്ന് ഒരു ഇഞ്ച് പോലും പുറകോട്ട് പോയിട്ടില്ല. അത് അവരുടെ പ്രഖ്യാപിത നിലപാടായി അങ്ങനെ നിൽക്കുകയാണ്. ഈ മലപ്പുറം ജില്ലയുടെ സവിശേഷതയൊന്ന് നോക്കൂ. കേരളത്തിന്റെ 7% ജനസംഖ്യ നിലനിൽക്കുന്നത് ഈ മലപ്പുറം ജില്ലയിലാണ്. അത് തന്നെ നമുക്കറിയാം, മറ്റ് ജില്ലകളെ അപേക്ഷിച്ചുകൊണ്ട് അസ്വാഭാവികമായ ജനസംഖ്യാ വർധനവ് മലപ്പുറത്ത് ഉണ്ടായിട്ടുണ്ട്. അത് പല ജനസംഖ്യാ കണക്കുകൾ നോക്കുമ്പോൾ കൃത്യമായി മനസ്സിലാകുന്ന കാര്യവുമാണ്. അപ്പോൾ ഒരു സംഘടിതമായ നീക്കം മലപ്പുറം ജില്ലാ വിഭജനത്തിന് പിന്നിൽ ഉണ്ട്. അത് പതിറ്റാണ്ടുകളായി അനുവർത്തിക്കുന്ന നടപ്പാക്കുന്ന ചില അജണ്ടകളുടെ പുറത്ത് അങ്ങനെയൊക്കെയാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ റവന്യൂ ജില്ലയാക്കി മാറ്റിയെടുക്കുക, ഭരണപരമായ സൗകര്യം എന്നൊക്കെ പറയുന്നത് വെറും വാക്കല്ലേ? അതിന് പിന്നിൽ ഒളിച്ചിരിക്കുന്ന അജണ്ടയല്ലേ പുറത്തു വരേണ്ടത്? രമ്യ,
തീർച്ചയായും നീലും അത് തന്നെയാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ചത്. കാരണം ഇതിൽ പുറകെയുള്ള അജണ്ട തന്നെയാണ് നമ്മൾ നോക്കിക്കാണേണ്ടത്. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ ഒരു ആശയമല്ല. വളരെ വർഷങ്ങളായി തന്നെ ഇത്തരത്തിലൊരു ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ SDP ആണ് മുന്നോട്ട് വെച്ചതെങ്കിൽ പിന്നീട് അതിനെ പിന്തുണച്ചുകൊണ്ട് ജമാഅത്തും അതുപോലെ തന്നെ ലീഗും എല്ലാം ഈ ഒരു ആവശ്യവുമായി മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇതിനെല്ലാം ഈ ആദ്യഘട്ടത്തിൽ പോലും വലത് ഇടത് മുന്നണികൾ എതിർത്തിട്ടില്ല എന്ന് തന്നെയാണ് നമ്മൾ നോക്കിക്കാണേണ്ടത്. കാരണം ജമാഅത്തിന്റെ വോട്ടൊക്കെ നേടി തന്നെയാണ് പല തിരഞ്ഞെടുപ്പുകളും, അത് തദ്ദേശ തിരഞ്ഞെടുപ്പാകട്ടെ നിയമസഭാ തിരഞ്ഞെടുപ്പാകട്ടെ, അതിലെല്ലാം തന്നെ ഇടത് വർദ്ധ മുന്നണികൾ ആദ്യഘട്ടത്തിൽ വോട്ട് സ്വീകരിക്കുകയും പിന്നീട് തള്ളിക്കളയുകയും എല്ലാം ചെയ്യുന്ന നിലപാട് തന്നെയാണ് ഇവർ സ്വീകരിക്കുന്നത്. അതായത് അതിനാൽ തന്നെ ഇപ്പോൾ ഈ സമസ്ത ഈ വിഷയമായി മുന്നോട്ട് വരുമ്പോൾ, കാരണം നേരത്തെ ഞാൻ സൂചിപ്പിച്ചു ഈ AP കാന്തപുരം മുസ്ലിയാരുടെ കാസർഗോഡ് നിന്ന് ആരംഭിച്ച യാത്ര മലപ്പുറത്ത് എത്തിയപ്പോഴാണ് ഇത്തരത്തിലുള്ള ആവശ്യവുമായി മുന്നോട്ട് വരുന്നത്. ഇത് ആദ്യഘട്ടത്തിൽ കാസർഗോഡ് നിന്ന് ആരംഭിച്ച് മലപ്പുറം എത്തുമ്പോഴാണ് ഇവർ ഈ ആവശ്യം ഉന്നയിക്കുന്നു, മലപ്പുറം ജില്ല 2ആയി വിഭജിക്കണമെന്ന ആവശ്യം. നിലവിൽ ഇപ്പോൾ ഈ സമസ്തയുടെ ഈ മഹായോഗം കാസർഗോഡ് നടക്കുമ്പോഴാണ് ഇത്തരത്തിൽ വീണ്ടും ഈ ഒരു ആവശ്യം ശക്തമാക്കുന്നത്. കാരണം മലപ്പുറം ജില്ല വിഭജിക്കണമെന്ന് തന്നെയാണ് പ്രധാനമായ ആവശ്യം. മറ്റു ജില്ലകളെ അതിനെ കൂട്ടുപിടിക്കുന്നു. കാരണം ജനസംഖ്യ, അതുപോലെ തന്നെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഭരണനിർവഹണം എന്നുള്ള കാര്യങ്ങളെല്ലാം അവർ കൂട്ടുപിടിക്കുന്ന കാര്യം തന്നെയാണ്. ഇതിൽ പ്രധാനമായും നമ്മൾ നോക്കിക്കാണേണ്ടത് ഇത്തരത്തിൽ ഈ ഒരു സംഗതിയിലേക്ക് തന്നെയാണ്. കാരണം മലപ്പുറം ജില്ലയ്ക്ക്, അതായത് ഭൂരിപക്ഷം മുസ്ലിങ്ങൾ ഉള്ള ജില്ലയാണ് മലപ്പുറം, വലിയൊരു ജില്ല കൂടിയാണ്. അത് ജനസംഖ്യയിലും വളരെ അധികം കൂടുതലാണ്. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് മലപ്പുറം ജില്ലാ വിഭജനം ആവശ്യം വീണ്ടും ശക്തമാക്കിയിരിക്കുകയാണ് മുസ്ലിം സംഘടനകൾ. ജില്ലാ പുനർനിർണയം അനിവാര്യമെന്ന് സമസ്ത സമ്മേളനത്തിൽ പ്രമേയം വന്നിരിക്കുകയാണ്. രമ്യയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്.